ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സുഖമില്ല എന്നുള്ള വാർത്ത നമ്മൾ വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ വരുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വരുന്നത് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ബംഗാളിലെ ക്രമസമാധാനം സംബന്ധിച്ച റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം ബംഗാളിൽ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയ തോതിൽ കലാപം നടന്നു. കലാപം നടക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു വേട്ടയാണ് നടന്നത്. മുർഷിദാബാദ് ജില്ലയിൽ പ്രധാനമാണ് മാൽഡ, മുർഷിദാബാദ് ജില്ലകളിൽ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊല്ലുകയും അവരുടെ വീടുകൾ തീ വെക്കുകയൊക്കെ ചെയ്തപ്പോൾ ആളുകൾ കൂട്ടത്തോടെ അവിടെ നിന്ന് ഓടിപ്പോയി. ഹിന്ദുക്കൾ കൂട്ടത്തോടെ ഓടിപ്പോയി. അത് ഭീകരമായൊരു സംഭവം പറയുന്നത് ഈ പ്രക്ഷോഭം ആരംഭിക്കുന്ന ഒരു വെള്ളിയാഴ്ച മോസ്കുകളിലെ നിസ്കാരം കഴിഞ്ഞിറങ്ങിയ ജനക്കൂട്ടമാണ് വന്ന് ഈ ആക്രമണം നടത്തിയത്. അതിനു മുമ്പ് തിങ്കളാഴ്ച മുതൽ ഈ കലാപം ആരംഭിച്ച വെള്ളിയാഴ്ചയ്ക്ക് മുമ്പുള്ള തിങ്കളാഴ്ച മുതൽ അവിടുത്തെ ഹിന്ദുക്കളുടെ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ ചുവരന്മേൽ കറുത്ത ചായം തേച്ചിരുന്നു. പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി കറുത്ത ചായം. കറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ പറയാറുണ്ട്, കേരളത്തിലെ ഹൈവേകളിലൊക്കെ കറുത്ത നിറം പൂശിയ കടകൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നു, കേരളം മുഴുവൻ ഉണ്ടായിരിക്കുന്നു. അത് അവിടെ ഒന്നും കച്ചവടമൊന്നും നടക്കുന്നില്ല. എന്നാലും പല നാട്ടിൽ പുറത്ത് ആ നാട്ടുകാരല്ലാത്ത ആളുകൾ വന്ന് കച്ചവടം നടത്തുന്നു. അത് വലിയൊരു ആശങ്കയാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. കറുപ്പ് ഒരു നിറമാണ്, നമുക്കറിയാം. കറുപ്പ് ദുഃഖത്തിൻ്റെ നിറം മാത്രമല്ല, കറുപ്പ് IS-ൻ്റെ നിറം കൂടിയാണ്. IS തീവ്രവാദികളുടെ കൊടിയുടെ നിറം കറുപ്പാണ്. ഇപ്പോൾ മറ്റൊരു ഇതുപോലെ ആശങ്ക പങ്കുവെക്കുന്ന നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയുന്നുണ്ട്, കേരളത്തിൽ വളരെ പെട്ടെന്ന് സ്ഫടിക കുപ്പികളിൽ അറേബ്യൻ സുഗന്ധദ്രവ്യങ്ങൾ എന്ന പേരിൽ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന അത്തറും ഊതും പെർഫ്യൂമൊക്കെ വിൽക്കുന്ന കടകൾ ഇഷ്ടം പോലെ വളരെ പെട്ടെന്ന് കേരളത്തിലെമ്പാടും ആരംഭിച്ചിരിക്കുന്നു. അവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നോക്കി നിന്നാൽ ഒരു കച്ചവടം നടക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കടകൾ ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് രഹസ്യാന്വേഷണ ഏജൻസികളും അല്ലെങ്കിൽ അന്വേഷണ കുതൂഹികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകർ അന്വേഷിക്കാൻ പോകില്ല. മാധ്യമപ്രവർത്തകർക്കറിയാം ഇതെന്തിനാണ് ആരാണ് നടത്തുന്നത് എന്നും അറിയാവുന്നതുകൊണ്ട് അവരന്വേഷിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊരു സസ്പീഷ്യസ് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് കറുത്ത ചായമടിക്കുന്ന വീടുകളുടെ മുന്നിൽ കറുത്ത ചായമടിച്ചു. ഈ കറുത്ത ചായമടിച്ച വീടുകൾ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഇവർ തീ വെക്കുകയൊക്കെ ചെയ്തത്. സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു, വീടുകളിൽ നിന്ന് ആളുകളെ വലിച്ചിറക്കി വെടിവെച്ചു കൊന്നത് ഒരു CPM-കാരനെയും മകനെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.